ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിറയെ മുരിങ്ങേൻ്റെ ഇലയായിട്ടാണ്. അപ്പോൾ കുറേയൊക്കെ ഞാനിത് ഇങ്ങനെ ഉതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു കൃഷ്ണധാം മന്ദിറുണ്ട്, അവിടുന്ന് നല്ലോണം വരുമ്പം പൊട്ടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇലയും കൂടെ കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കാം നമുക്ക്. ചക്കക്കുരു ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഈ കൽച്ചട്ടിയിലേക്ക് കട്ട് ചെയ്തിട്ടിടാം. ഇതാ ഈ ചക്കക്കുരു ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് രണ്ടും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതാ ഞാൻ നല്ലോണം മുരിങ്ങ എല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ വേറൊരു പണിയിലാണ് കേട്ടോ, മാങ്ങേൻ്റെ അച്ചാർ ഉണ്ടാക്കുക. ഈ മാങ്ങ ഇന്ന് മൺഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 1 കിലോന് 40 രൂപ, അങ്ങനെ 2.5 കിലോ വാങ്ങി 90 രൂപക്ക്. അപ്പോൾ ഇതാ ഇവിടെ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇട്ട ഒരു അച്ചാറാണ് ഇത്. ഇത് മാങ്ങാച്ചാറ് തന്നെയാണ്. ഇത് ഏകദേശം കഴിയാനായി. ഇവിടെ അച്ചാർ സ്പെഷ്യലിസ്റ്റ് ധനുവേട്ടനാണ്. ഞാൻ അച്ചാറിൻ്റെ ആ ഒരു സെക്ഷൻ ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് അച്ചാർ ഉണ്ടാക്കുന്ന ഇതാ, ആദ്യം നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണേൻ്റെ അകത്ത് പിന്നെ കടുക് പൊട്ടിച്ച്, എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട്, ഇതൊക്കെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുത്തിടാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇലൻ്റെയും കറി ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ.